എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇലയടയാണ്. ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ച് നോക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നും നോക്കിയതൊന്നുമല്ല, എന്നാലും നോക്കാം. ഇലയട തയ്യാറാക്കാൻ വേണ്ടി 2 ഗ്ലാസ് അരിയാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി 2 സവാള നൈസായി അരിഞ്ഞത്, 1.5 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചിക്കൻ ചെറുതായി അരിഞ്ഞു വെച്ചത്. ചിക്കൻ ആദ്യം വേവിക്കണം. അതിന് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്തിട്ട് 2 വിസിലിന് കുക്കറിൽ വേവിക്കുക. കുക്കറിൽ കുറച്ച് വെള്ളം, ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. കുക്കറിൽ 2 വിസിലിന് വെക്കുക. ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടുക. ഉള്ളി നന്നായി വാട്ടുക. ഉള്ളി വാട്ടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിൽ ചേർക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളിയും അതിലിടുക. അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത് മിക്സ് ചെയ്യുക. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കൻ വെള്ളമൂറ്റി ഈ ഫ്രൈ പാനിൽ ഇടുക. ചെറുതായി കട്ട് ചെയ്തതുകൊണ്ട് ചിക്കൻ ഒരു കട്ട പിടിച്ച മാതിരിയുള്ളത്, അത് നല്ലോണം ഉടച്ചെടുക്കണം. കഴിയുന്നതും നല്ലതുപോലെ ഉടച്ചെടുക്കുക. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിച്ചപ്പും ഇടുക. പിന്നെ ഫ്രൈ പാൻ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തണിയാൻ വെക്കണം. അത് ഇനി അരച്ചു വെച്ച അരി ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇലയിൽ പരത്തിയെടുക്കുക. റൗണ്ട് ഷേപ്പിലാണ് അത് ചെയ്യുന്നത്. നല്ല റൗണ്ട് നൈസായിട്ട് പരത്തണം. കട്ടിയാവുമ്പോൾ ടേസ്റ്റ് വരില്ല. നൈസായിട്ട് പരത്തുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. പിന്നെ അതിന് ശേഷം ഫ്രൈ ആക്കി വെച്ച ഈ മസാല ഈ അരിയിലേക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് വിതറി വെക്കുക. അതിനുശേഷം ഇല മടക്കി അപ്പത്തട്ടിൽ വെക്കുക. അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള അട. വൈകിട്ട് നല്ല മഴയിലാണെങ്കിൽ കട്ടൻ ചായ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.